അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇതാണ് ബോക്സ് വരുന്നത്. മിനി കൂളിംഗ് ഫാൻ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തൂക്കി പിടിക്കാനുള്ള വള്ളി. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. ഉള്ളിൽ യൂസർ മാനുവൽ, സി ടൈപ്പ് ചാർജിങ് കേബിൾ. ഇതാണ് സാധനം. ചാർജിങ് പോർട്ട് വരണത്. തുറക്ക, അഴിച്ചിടാൻ, വെള്ളമൊഴിക്കുക. പിന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻ വരുന്നുണ്ട്. ഓരോന്ന് ഞാൻ പറയാം. ഫസ്റ്റ് കാണുന്നത് ഓണാക്കാൻ. ഇത് ഞെക്കി കഴിഞ്ഞാൽ ഒരു മോഡിൽ ഒരു സ്പീഡിൽ കറങ്ങും. വീണ്ടും ഞെക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈറ്റ് കത്തും. അപ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടും. മൂന്നാമത്തെ ഞെക്കുമ്പോൾ നല്ല സ്പീഡ്, ഇതിൻ്റെ മാക്സിമം സ്പീഡിൽ ഇത് കറങ്ങും. അങ്ങനെ 3 ലൈറ്റിൽ ഇത് കാണാം. രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓരോ ഹോളുകളിൽ നിന്നുള്ള ഫസ്റ്റ് ബട്ടൺ ഞെക്കും. ഒരു തവണ ഞെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്രേ ചെയ്യും വെള്ളം. ഇവിടെ ഒഴിക്കുന്ന വെള്ളം സ്പ്രേ ചെയ്യും. വീണ്ടും ഒന്നും കൂടി ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിൽ നിന്നായിട്ട് സെൻറ്ററിൽ കാണുന്ന 3 എണ്ണത്തിൽ നിന്ന് സ്പ്രേ ചെയ്യും. വീണ്ടും ഒന്നും കൂടി ഞെക്കി കഴിഞ്ഞാൽ ഈ 5 എണ്ണത്തിൽ നിന്നും സ്പ്രേ ചെയ്യും. ഇതിൻ്റെ ഉള്ളിലൊരു LED ബൾബ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ ഞെക്കുന്നതനുസരിച്ച് റൂമിലെ ആംബിയൻസ് ലൈറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇത് വരണത്. പിന്നെ വരുന്ന അടുത്ത ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറാണ്. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറും വീണ്ടും ഒന്നും കൂടി ഞെക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈറ്റ് കത്തും. 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെ 3 മണിക്കൂർ വരെ നമുക്കത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ എന്നുള്ള ടൈമിലിടാം. അപ്പോൾ നമ്മൾ രാത്രി ഒരു 10 മണിക്കൊക്കെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12, 12, 1 മണി വരെയൊക്കെ വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കഴിയുമ്പോൾ കട്ടായി പോകും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ തുറക്കാം നമുക്ക്. അതിൻ്റെ കൂടെ പഞ്ഞിയിൽ സ്പ്രേ ഒക്കെ അടിച്ച് സ്മെല്ലൊക്കെ വേണമെന്നുള്ളവർക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വയ്ക്കുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ്റെ കാറ്റിൽ നിന്ന് കുറച്ചൊരു റൂം സ്പ്രേ പോലത്തെ സംഭവം, കുറച്ചൊരു മണമൊക്കെ കൂടി നമുക്ക് കിട്ടും. ഇത് ഭയങ്കര വലിയ സംഭവമല്ല പ്രോഡക്റ്റ്. കാരണം ഇതിനൊരു 450 രൂപ മുടങ്ങി 550 രൂപ, 600 രൂപയുടെ ഉള്ളിൽ പല ഡിസൈനിലും സാധനം അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വിലയുടെ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. കാരണം ഒരു 1000 രൂപ പോലും തികച്ചില്ലാത്തൊരു പ്രോഡക്റ്റാണ് ശരിക്കും ഇത് പറഞ്ഞാൽ. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സാധനം ഉണ്ട്. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ സംഭവം? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സാധനം വേണ്ടവർ ലിങ്കിന്ന് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് ഈ ഫോട്ടോ, അതായത് എൻ്റെ വീഡിയോ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. കഥ കഴിഞ്ഞിട്ടില്ല കേട്ടോ, പൂവല്ലേ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓണാക്കി വെച്ച് കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു, ഡ്രോപ്പായി വീണത്. അപ്പോൾ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഓണാക്കി വെച്ചായിരുന്ന മേശയും പുസ്തകവും സൈഡിലൊരു ടീഷർട്ട് വെച്ചിട്ടുണ്ടായി. ആ പച്ച ടീഷർട്ടാണ് ആ കയ്യിലിരിക്കുന്നത്. അതും ഒക്കെ വെള്ളം. സംഭവം സൈഡിൽ കൂടെ ലീക്ക് ഉണ്ടായിരുന്നു. നേരെ അത് മുകളിൽ നിന്ന് ഒഴിക്കുന്ന ഐസും വെള്ളമൊക്കെ കൂടി സൈഡിൽ കൂടെ വന്ന് അതിൻ്റെ താഴേക്ക് വന്ന് അതിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. അവസാനം ഞാൻ സൈഡൊക്കെ അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി. പിന്നെ അതുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കുന്നുള്ള പേടി കാരണം സ്ക്രൂ ഒക്കെ മൊത്തത്തിൽ അഴിച്ച് മാറ്റി. അതാണ് ഈ കാണുന്നത്. സ്ക്രൂ ഒക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയത്. എന്നാലല്ലേ ശരിയാവുള്ളൂ. അങ്ങനെ ഒരു കണക്കിന് ശരിയായി. ഇനി കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴിച്ചോട്ടെ കേട്ടോ. മുകളിൽ കൂടെ ഒഴിച്ചിട്ട് താഴേക്ക് വന്നിട്ടോ നോക്കണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും കാണാനില്ല. സംഭവം വർക്കിംഗ് ആണ്. ഇത് ആ സൈഡിൽ കൂടെ കണ്ട ഇതിൽ കൂടെയാണ് ഈ തുള്ളിയായിട്ട് അത് വന്ന്. നേരത്തെയൊക്കെ നല്ലോണം വെള്ളം വന്ന് ഈ മേശ മൊത്തം വെള്ളമായിരുന്നു. ഇപ്പം എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. നല്ല കാറ്റ് വരണുണ്ട്. നേരത്തെ പറഞ്ഞ വർക്കിംഗ് അല്ലായിരുന്നു ഫിൽറ്റർ, പക്ഷേ ഇപ്പോൾ എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് നല്ല വർക്കിംഗ് ആയിരുന്നു. പിന്നെ അത് അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പോൾ വീണ്ടും ശരിയായിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ശരിയാക്കാൻ പറ്റുന്ന എന്തായാലും മനസ്സിലായി. സംഭവം നമ്മളെ കൊണ്ട് എന്തായാലും റെഡി ആയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങണ്ടെന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇതൊരു എന്തായാലും ചൈനയുടെ സാധനമാണ് 1. 2 അതിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്ര സമയം വർക്ക് ചെയ്യില്ല എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും സംഭവം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മേടിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ശരിക്കും സൈൻ ഔട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.